കായിക മേഖലയുടെ ഉന്നമനത്തിനായി വൈക്കത്ത് നിർമ്മിച്ച മൾട്ടി സ്പോർട്സ് ടർഫിന്റെ പ്രവർത്തനം ആരംഭിച്ചു. വൈക്കം ആയുർവേദ ആശുപത്രിക്ക് സമീപം 60 സെന്റ് സ്ഥലത്ത് 15,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ഫിഫ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോട് കൂടെയുള്ള ടർഫ് ആരംഭിച്ചത്. ഒരേ സമയം 2 സെറ്റ് 5സിന്റെയും 7സിന്റെയും ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് ചെയ്യുവാനും ടർഫിൽ സൗകര്യമുണ്ട്. 24 മണിക്കൂറും ഉപയോഗിക്കാവുന്ന 10,000 വാട്ട്സ് ലൈറ്റും ജനറേറ്റർ സൗകര്യവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. MLA CK ആശയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സ്പോർട്സ് കമന്റേറ്ററും മാധ്യമപ്രവർത്തകനുമായ ഷൈജു ദാമോദരൻ പന്തടിച്ച് ടർഫിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ലഹരി തിരിച്ചു വിട്ടാൽ യഥാർത്ഥത്തിൽ ഏത് ലഹരിയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. പിന്നെ സ്പോർട്സ് താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു കോമൺ ഫാക്ട്, അതാണ് വാസ്തവത്തിൽ എല്ലാവരും മാതൃകയാക്കേണ്ടത്. നമ്മളിപ്പോ യു ടേക്ക് റൊണാൾഡോ, യു ടേക്ക് ലയണൽ മെസ്സി, യു ടേക്ക് എംബാപ്പെ, ഇവരാരും ജീവിതത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്തവരാണ്. ഇതാണ് അവർ ലോകത്തിന് നൽകുന്ന, അവരടിക്കുന്ന ഗോളുകളെക്കാൾ, അവർ സൃഷ്ടിക്കുന്ന മുഹൂർത്തങ്ങളെക്കാൾ, അവര് പുതിയ തലമുറയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ്, ഞങ്ങളെപ്പോലെ ആവാൻ ശ്രമിക്കുക ജീവിതചര്യ കൊണ്ട്. അവരുടെ പ്രാക്ടീസ്, അവരുടെ ജീവിതത്തോടുള്ള സമീപനം, കായിക മേഖലയിലൂടെ അവർ കൈകാര്യം ചെയ്യുന്ന പന്ത് കളിയോട് അവർ സമീപിക്കുന്നത്, റൊണാൾഡോയും മെസ്സിയും എംബാപ്പയും ഒന്നും ലഹരി കൈകൊണ്ട് തൊടില്ല എന്ന് മാത്രമല്ല, എത്രയോ കിലോമീറ്റർ ദൂരെയാണ് അവരൊക്കെ ഇതിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പൊ പറയുമ്പോ ലഹരി ഉപയോഗിച്ചത് കൊണ്ട് വലിയ കളിക്കാരായിരുന്നിട്ടും ഫുട്ബോൾ ലോകത്ത് ചക്രവർത്തി പദം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ കൂടി പറയേണ്ടി വരും. അപ്പൊ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ബി ഡിസിപ്ലിൻ. ഞാൻ എവിടെ പോയാലും പറയുന്നത്, കായിക മത്സരങ്ങൾ അത് ഏത് കളി ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, നിങ്ങളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നു. ഈ ചതുരത്തിന്റെ അകത്ത് ഒരു അച്ചടക്കമുണ്ട്. അത് എന്ത് കളിയായിക്കോട്ടെ, ആ അച്ചടക്കത്തിന്റെ, അത് റെഡ് കാർഡ് ആവാം, യെല്ലോ കാർഡ് ആവാം, എന്തുവാകാം, ഈ അച്ചടക്കത്തിന്റെ ബൗണ്ടറിക്കകത്ത് നിന്ന് നമ്മൾ അറിയാതെ പരിശീലിക്കുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട്. തീർച്ചയായും ഒരു കായിക താരമാവാൻ ആഗ്രഹിക്കുന്ന ഓരോ ചെറുപ്പക്കാരിലേക്കും പന്ത് കളി ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ആദ്യം കൊണ്ടുവരുന്ന അവനെ ഡിസിപ്ലിൻഡ് ആക്കുക എന്നാണ്. സോ കായിക മേഖല അല്ലെങ്കിൽ കായിക മത്സരങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം. നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, വൈസ് ചെയർമാൻ PT സുഭാഷ്, നഗരസഭാ കൗൺസിലർമാരായ S ഹരിദാസൻ നായർ, അശോകൻ വെള്ളവേലിൽ, സച്ചിദാനന്ദൻ പോറ്റി, വൈക്കം ടൗൺ ജമാഅത്ത് പ്രസിഡന്റ് ഹുസൈർ ബാഖവി, NP ലൗജൻ, M അബു, അഹമ്മദ് കബീർ, H റാഷിദ് മോൻ, അഡ്വക്കേറ്റ് A മനാഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. A to Z ന്യൂസ് മലയാളം 24.